ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക, ഈ 2 പടവും സംവിധാനം ചെയ്ത തരുൺ മൂർത്തി മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്ത ഇന്നലെ റിലീസ് ചെയ്ത പടം തുടരും തിയേറ്ററിൽ പോയിട്ട് കണ്ടു. ശോഭന മാമാണ് മോഹൻലാലിൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. മോഹൻലാലിൻ്റെ ഭാര്യയായിട്ടുള്ള ശോഭന, അതേപോലെ 2 കുട്ടികൾ, ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ. ഇദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ ഇമോഷണൽ എലമെൻറ്റ്സ് മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമ. അതാണ് ഈ പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്നത്. നമ്മൾ ടോട്ടലി എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രക്കും ഗംഭീരമായ മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യമൊക്കെയാണ് എടുത്തു പറയേണ്ടതാണ്. എഡിറ്റിംഗ് വർക്ക് നിഷാദ് യൂസഫിൻ്റെ ഗംഭീരമായിട്ട് ചെയ്തു വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പടത്തിനായിട്ട് കറക്റ്റായിട്ട് നമ്മളെ മൂഡിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള BGM ആണ്. JX BGM ആണ് ചെയ്തിട്ടുള്ളത്. പാട്ടിൻ്റെ കാര്യമാണെങ്കിൽ 2 സോങ്സ് ഉണ്ട്, MG പാടിയതാണ്. അതും ഈ പടത്തിന് ഏറ്റവും ആവശ്യമുള്ള പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. നല്ല മേക്കിംഗ് ആണ്. വളരെ നമ്മളെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ സ്ലോ പേസിൽ തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് പിരിമുറുക്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവെൽ പഞ്ച് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം വളരെ ഫാസ്റ്റിൽ പോകുന്ന രീതിയിലുള്ള പടമാണ് തുടരും. 2 മണിക്കൂർ 46 മിനിറ്റ് പടത്തിൻ്റെ ദൈർഘ്യമുണ്ട്. പക്ഷേ 1 സെക്കൻഡ് പോലും നമുക്ക് ലാഗ് അടിക്കില്ല. കാരണം അത്രക്കും ഫാസ്റ്റായിട്ടാണ് പടം പോകുന്നത്. ഇത്രക്കും ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അന്തം പോകും. അത്രക്കും രസകരമായിട്ടാണ് മോഹൻലാലിൻ്റെ ആക്ടിങ്ങും മോഹൻലാലിൻ്റെ ഇമോഷൻ കൈകാര്യം ചെയ്യുന്നതും മോഹൻലാലിൻ്റെ ആക്ഷൻ സീൻസുകളും ഒക്കെ ഗംഭീരമാണ്. ഇതിനകത്തുള്ള ഓരോ സീക്വൻസുകളും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് തന്നെ ഈ പടത്തിൽ സ്പോയിലർ ആവാൻ ചാൻസുള്ള ഒരു കാര്യവും ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഇത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് എൻഗേജ് ചെയ്ത് നിങ്ങളെ സന്തോഷപ്പെടുത്തി സംതൃപ്തിപ്പെടുത്തിയിട്ട് പുറത്തേക്ക് എടുത്താൻ പാകത്തിലുള്ള ഒരു അടിപൊളി മേക്കിംഗ് മൂവിയാണ്. തരുൺ മൂർത്തി അത്രക്കും നല്ലൊരു പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിക്കുന്ന 2 പേര്. ഒന്ന് ബിനു പപ്പനാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വില്ലനായിട്ട് അഭിനയിച്ചിട്ട് വേറൊരാൾ, അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് വർമ്മ എന്നാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോയിലർ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ഈ പടം നിങ്ങളിത് എൻജോയ് ചെയ്ത് കണ്ടു വരണം തിയേറ്ററിൽ പോയിട്ട് തന്നെ. മോഹൻലാലിൻ്റെ ആ ഒരു ഗംഭീര തിരിച്ചുവരവ് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും എന്താ പറയുക ആർമാദിക്കാനും തന്നെ പറ്റുന്ന രീതിയിലുള്ള പോകുന്ന രീതിയിലുള്ള ഒരു പടം. ഇങ്ങനത്തെ ഒരു പടം നമുക്ക് ഇപ്പോൾ അടുത്തൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മലയാളത്തിൽ ഒരു റീസെൻറ്റ് 10 ഇയേഴ്സിൻ്റെ ഇടയിൽ ഇത്രക്ക് നല്ലൊരു പടം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മോഹൻലാലിന് ഇനിയും ഒരുപാട് വെടി ബാക്കിയുണ്ട്, ഒരുപാട് പൊട്ടൻഷ്യൽ ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ തെളിയിക്കുമാറ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കിട്ടാനുണ്ടെന്ന് കാണിക്കുമാറാണ് ഇതിൻ്റെ മേക്കിംഗ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു കഥയും അത് നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു എഫേർട്ടും ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. 28 കോടി രൂപ ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു പടം ഇതിൽ 1 രൂപ പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ടോട്ടലി എൻഗേജ് ചെയ്യുന്ന നമുക്ക് അത്രക്കും ഇഷ്ടം തോന്നുന്ന ഒരുപാട് പെർഫോമൻസുകൾ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എല്ലായിടത്തും വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, പിന്നെ ശോഭനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, മോഹൻലാലിൻ്റെ മക്കളായിട്ട് അഭിനയിച്ച ആൾക്കാരാണെങ്കിലും ശരി, പിന്നെ ഇർഷാദ്, മണിയമ്പിള്ള രാജു, പിന്നെ അങ്ങനെ സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് വന്ന മിക്ക ആൾക്കാരും അവരുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഇതിൻ്റെ കഥയുടെ ഹിന്ദി കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഒരു സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് കാര്യങ്ങൾ പറയാത്തത്. പക്ഷേ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു പടത്തിന് ടിക്കറ്റ് എടുത്ത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഇത് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഒരു 9.5 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം ഇന്നലെ റിലീസ് ചെയ്ത തുടരും മൂവിക്ക്.